പാട്ടുകൊണ്ട് മാത്രം ഞാനും ഇപ്പോൾ രഞ്ജിനി പിന്നെ ബാംഗ്ലൂരിൽ ഒരു വലിയ കൺസർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരു കവിത എല്ലാം ആവശ്യപ്പെടുകയാണ് ആളുകൾ. അപ്പോൾ അവിടെ അത്രയും സമയം ബഹളം വെച്ചുകൊണ്ടിരുന്ന അതേ ഓഡിയൻസ് തന്നെ മനോഹരമായി നിശബ്ദമായി ഗംഭീരമായി കവിത ആസ്വദിച്ചു എന്നുള്ളത് അല്ലേ? പല കവിതയും ഞാൻ ഒരൊറ്റ കവിത ചൊല്ലുമ്പോൾ ആ കവിത കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പാട്ടിൽ മാത്രം എന്തുകൊണ്ട് നിൽക്കണം? ഈ ഭാഷയ്ക്ക് വേറെയും കുറേ സാധ്യതകളുണ്ട്. ഈ വേദികളിൽ സദസ്സിനെ ആസ്വദിപ്പിക്കാൻ പറ്റുന്ന വലിയ മനോഹരമായ ഒരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ. അപ്പോൾ ആ അർത്ഥത്തിലുള്ള വ്യത്യസ്തങ്ങളായ സാധ്യതകളെയും കണ്ടെത്തി ഉപയോഗിച്ചാൽ നമ്മൾ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ താളത്തിനൊത്ത് തുള്ളുന്നു എന്ന് പറഞ്ഞാൽ അവരിത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ വിചാരിക്കരുത്. അവർ വലിയ കക്ഷികളാണ്. അവരെല്ലാത്തിനെയും ആസ്വദിക്കും. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട മാതിരി കൊടുക്കാൻ നമുക്കൊക്കെ പിന്നെ കടമയുണ്ട്. നമ്മളത് ചെയ്യുന്നില്ല. അത് ചെയ്യാതെ നമ്മൾ ഇവർക്ക് ആവശ്യം ഇതാണ് എന്ന് അങ്ങനെ തീരുമാനിക്കുകയും നമ്മൾ അതിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. പുറത്തെ രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളെ 1 മണിക്കൂർ 1.5 മണിക്കൂർ വെറും കവിത കൊണ്ടിരുത്തിയിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു ബലമുണ്ട്. നമ്മൾ അതിനെ സാധ്യതകളെ എല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലാതെ അവർക്കിതാണ് താല്പര്യം എന്ന് വിചാരിച്ച് അവരെ അണ്ടർഎസ്റ്റിമേറ്റ് ദയവായി ചെയ്യരുത്. ഓക്കെ, താങ്കൾ കൂടുതൽ നാടൻ പാട്ടാണല്ലോ അല്ലേ പാടുന്നത്? ഈ നാടൻ പാട്ടിലേക്ക് എങ്ങനെയാ വന്നത് താങ്കൾ? ഞാനിപ്പോൾ ഒരു 22 വർഷമായി നാടൻപാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കരിന്തലക്കൂട്ടം എന്നൊരു നാടൻപാട്ട് സംഘത്തിന്റെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ കാഞ്ഞൂർ ബേസ് ചെയ്ത സംഭവമാണ്. കാഞ്ഞൂർ ബേസ് ആണ് ട്രൂപ്പ്, കാഞ്ഞൂർ നാട്ടുപൊലിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറേ ഇപ്പോൾ സാറ് ചോദിച്ചപ്പോൾ ഇവിടെ ചർച്ചയിൽ വന്നൊരു കാര്യത്തിനകത്ത് ഇപ്പൊ നാടൻ പാട്ടുകളിൽ 2 തരം പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. ഒന്ന് വാമൊഴി പാട്ടുകൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്, ഒന്ന് വരമൊഴി പാട്ടുകൾ. പ്രത്യേക 2 വിഭാഗമാണ്. ഈ സാധാരണ രീതിയിൽ നാടൻ പാട്ടുകൾ, യഥാർത്ഥ നാടൻ പാട്ടുകൾ എന്നൊരു കാറ്റഗറിയിൽ വരുന്നത് വാമൊഴി പാട്ടുകളാണ്. ഇപ്പോൾ കാർഷിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ, അനുഷ്ഠാനങ്ങളുടെ പാട്ടുകൾ, ആചാരങ്ങളുടെ പാട്ടുകൾ, അതുപോലെ തന്നെ നേരമ്പോക്ക് പാട്ടുകൾ. എന്നാൽ ഒപ്പം തന്നെ പുതിയ കാലത്തെ എഴുത്തുകാരുടെ നാടോടി എഴുത്തുകളും പാട്ടുകളായിട്ട് വളരെ പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പോൾ എങ്കിലും നാടൻ പാട്ടെന്ന് പൊതുവെ പറയുമ്പോൾ പഴയ പാട്ടുകൾക്ക് തന്നെയാണ് ആളുകൾക്കിടയിൽ ഒരു പ്രാധാന്യമുള്ളത്, ഒരു പൊതുവെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ പാട്ടുകൾക്ക് ഒരു കൃത്യമായൊരു സന്ദേശം ഉണ്ടാകും, ഏതെങ്കിലും കൃത്യമായൊരു ചരിത്രം ഉണ്ടാകും, ഒരു പശ്ചാത്തലം ഉണ്ടാകും, ഒരു കാര്യം ആ പാട്ടുകൾക്ക് പറയാനുണ്ടാകും. എന്നാൽ പുതിയ കാലത്തെ പാട്ടുകൾ അത്തരത്തിൽ ഒരു ആശയപരമായ ഒരു ബാക്കപ്പ് അതിന് കുറവായിരിക്കും. അത് കേവലം കുറച്ചും കൂടി ആലങ്കാരികമായിട്ടുള്ള വരികളും ഒരു പൈങ്കിളി സാഹിത്യമൊക്കെ ചേർന്നിട്ടുള്ള പാട്ടുകളാണ് പുതിയ കാലത്തെ പാട്ടുകൾ. ഇപ്പം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ സമ്മിശ്രമായിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എന്നാൽ പുതിയ ട്രെൻഡ് പാട്ടുകൾ കൂടുതൽ പാടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ നാടൻ പാട്ട് സംഘങ്ങൾ പൊതുവെ വരുന്നത്. നിങ്ങൾക്ക് പുതിയ ട്രെൻഡിലുള്ള പാട്ടാണോ പാടുക? എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ ട്രെൻഡായിട്ട് ഇപ്പോൾ പുതിയ പാട്ടുകൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ആടാട് എന്നുള്ളൊരു പാട്ടൊക്കെ, അങ്ങനെയുള്ള കുറേ പാട്ടുകൾ പുതിയ ട്രെൻഡാണ്. ഞങ്ങൾ പഴയ പാട്ടുകൾ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന പാടെന്ന് വെച്ചൊരു എന്ത് തൻ്റെ തീണ്ടൽ എന്നുള്ളൊരു പാട്ടുണ്ട്. ജാതിപരമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ളൊരു പ്രതിഷേധത്തിൻ്റെ സ്വരമുള്ളൊരു പാട്ടാണ്. അതൊന്ന് പാടാൻ തോന്നും. എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ, എന്തു തൻ്റെ തീണ്ടലാണ്, എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ. മാറാടാ മാറാടാ മാറാടങ്ങട് മാറടാ, മാറടാ 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 പക്കനാരെ മാറടാ. എന്തു തൻ്റെ തീണ്ടാലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ, എന്തു തൻ്റെ തീണ്ടലാണ്, എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ. ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ, ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ, ആകാശത്തമ്പെയ്താൽ ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ. എന്തു തൻ്റെ തീണ്ടാലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ, എന്തു തൻ്റെ തീണ്ടലാണ്, എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ. പിന്നെന്തു തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ, പിന്നെന്തു തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടലേ. ഈ വാമൊഴി പാട്ടുകളിൽ എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തെ മനുഷ്യർക്ക് ഇത്തരം പാട്ടുകളുടെ അടിസ്ഥാന സമൂഹം കൈകാര്യം ചെയ്ത പാട്ടുകളാണ്. അന്ന് എഴുതാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവകാശം കൂടി ആ പഴയ ജനതയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യമായി, ലോകോത്തര സാഹിത്യമായി ഈ നാടൻ പാട്ടുകളിൽ പല പാട്ടുകളും മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.